ഒരു വീഡിയോ ആരും മിസ്യൂസ് ചെയ്യരുത്. വിഷയം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും SVR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. അതായത് നമുക്ക് പ്രവാസികൾക്ക് ചില സമയത്ത്, ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലാണ്, ഇനി കുവൈത്തിലാണെങ്കിൽ മറ്റേതും ഗൾഫ് രാജ്യത്താണെങ്കിൽ എവിടെയാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ ക്യാഷ് ആവശ്യം വരാറുണ്ട്. വിസ അടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ക്യാഷ് ആവശ്യം വരാറുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ സഹായം തേടാറുണ്ട്. അങ്ങനെ സഹായം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ നാട്ടിൽ തന്നെ സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ അങ്ങനെയൊക്കെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ പൈസ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലൂടെ ഒരു മെസ്സേജ് വിടും. സുഹൃത്തുക്കളെ, ആരെങ്കിലും നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, എനിക്ക് ഇവിടെ കുറച്ച് പൈസ ആവശ്യമുണ്ട്, നിങ്ങളുടെ ആ എമൗണ്ട് നാട്ടിൽ ഇട്ട് തരാം, ഇട്ട് തന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ എമൗണ്ട് തന്നാൽ മതി എന്നുള്ള ഒരു മെസ്സേജ് വിടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സുഹൃത്ത് 2 ദിവസം മുമ്പ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ഏതോ ഒരാൾ കയറി പറഞ്ഞു, എനിക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുവൈറ്റിലെ പൈസ തരാം, ആ പൈസ നാട്ടിലെ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തു. ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പൈസ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ആ സ്പോട്ട് തന്നെ ഈ ആളെ ബ്ലോക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് സാധാരണക്കാരൊക്കെ ആ സമയത്ത് ഒന്ന് പേടിച്ചു പോവും. നമുക്ക് പൈസ നഷ്ടപ്പെട്ട് ആൾ വിളിച്ചാൽ എടുക്കുന്നില്ല, റീപ്ലൈ തരുന്നില്ല, ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. നമുക്ക് ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. അത് എന്താണെന്നാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ബാങ്ക് വഴി അല്ലെങ്കിൽ ഗൂഗിൾ വഴി അല്ലെങ്കിൽ ബാങ്ക് ടു ബാങ്ക് അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് തന്നെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് 1930 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതിന് പൈസ ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ ആണെങ്കിൽ നമ്പർ, അതൊക്കെ അവർക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ സ്പോട്ട് തന്നെ അവർ ആ ഒരു എമൗണ്ട് അവിടെ ഫ്രീസ് ചെയ്ത് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ശേഷം അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തി അവരത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ച് തരും. ഇതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഇതൊക്കെ പറയുന്നത് ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, വിദേശത്തുള്ളതല്ല. നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അറിയാതെ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞെങ്കിൽ, ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യണം. ഇല്ലാത്ത പക്ഷം നമുക്ക് വരാൻ പോകത്തുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ആ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട ആൾക്കാർ ഇതേപോലെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി കാരണം നമ്മുടെ ഒരു സുഹൃത്തിന് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്. കാരണം ഇതേപോലെ കുവൈത്തിൽ പൈസ ആവശ്യമുള്ളത് കൊണ്ട് ആളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് അപ്പോൾ ഒരാൾ പറഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഇതുപോലെ ചീറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ നമ്പർ മറക്കരുത്, ഈ കാണുന്ന നമ്പറാണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നീടുള്ള അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെയാണ്, പക്ഷെ പൈസ നഷ്ടപ്പെടത്തില്ല. ഇനി നമ്മൾ ഇട്ട പൈസ അവരത് വിഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. പിന്നീട് അവർക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എല്ലാ ഇടപാടുകളും ബ്ലോക്കാവും. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവർ എല്ലാവരും പ്രവർത്തിക്കും. നന്ദി, നമസ്കാരം.